രാജു എബ്രഹാം നമുക്കൊപ്പം ചേരുന്നു. CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കൂടി അദ്ദേഹം നമുക്കൊപ്പമുണ്ട്. ശ്രീ രാജു എബ്രഹാം, റാന്നിയിൽ ജലനിരപ്പ് താഴ്ന്നു, പൊതുവിൽ പ്രതിസന്ധി കുറഞ്ഞു എന്നതാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ജലനിരപ്പ് വീണ്ടും ഉയരുമെന്നുള്ള സൂചനകളുണ്ട്. ഇതിനിടയിലാണ് വീണ്ടും ഓറഞ്ച് അലർട്ട് അടക്കം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകളും വരുന്നത്. നിലവിൽ സാഹചര്യം എങ്ങനെയാണ്? റാന്നിയിൽ ആശങ്കപ്പെടണോ? റാന്നിയിൽ നല്ല മഴയുണ്ട്, അതുകൊണ്ട് തന്നെ വീണ്ടും വെള്ളം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. റാന്നി മാമുക്കില് ഇപ്പൊ റോഡ് ഇങ്ങനെ ഉയർന്നാൽ 1 മണിക്കൂറിനുള്ളിൽ ഒരു റോഡ് ബ്ലോക്ക് ആവും. പുല്ലൂർ മൂവാറ്റുപുഴ റോഡിൽ വെള്ളം കയറിയിട്ടില്ല. എന്തായാലും നമ്മുടെ ക്യാമ്പുകൾ 95 ക്യാമ്പുകൾ, ഏതാണ്ട് 5000-ഓളം ആളുകൾ ക്യാമ്പുകളിലുണ്ട്. അനൌദ്യോഗികമായുള്ള ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്. അപ്പൊ ഈ ക്യാമ്പുകൾ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ കുറെ ഉണ്ട്. എങ്കിലും ക്യാമ്പുകൾ ആശ്രയിക്കുകയാണ് ആളുകളെല്ലാം തന്നെ. മൂഴിയാർ അണക്കെട്ട് എനിക്കൊന്ന് 1 മീറ്റർ കൂടെ വെള്ളം ഉയർന്നാൽ മൂഴിയാർ അണക്കെട്ടും വീണ്ടും തുറക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. തുറക്കേണ്ടി വന്നാൽ ഈ വെള്ളത്തിന്റെ കൂടെ അതുകൂടെ വന്നാൽ വീണ്ടും പഴയ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാഹചര്യമാണ്. ഒരു വ്യക്തതയ്ക്ക് വേണ്ടി വ്യക്തതയ്ക്ക് ഒരു കാര്യം കൂടി, ഈ മൂഴിയാർ ഡാം തുറക്കുമെന്ന് പറയുമ്പോഴും സാധാരണ ഒരു ഡാം തുറന്നാൽ ഉണ്ടാകുന്ന ഒരു വെള്ളക്കെട്ട് ഈ വാർത്ത കാണുന്നവർ ഒരു പക്ഷേ അമ്പരപ്പിച്ചേക്കാം. പക്ഷേ മൂഴിയാർ പൊതുവിൽ ഒരു ചെറിയ ഡാമല്ലേ, അതിന്റെ ജലനിരപ്പ് അത്ര വലിയ ഭീഷണി നമുക്ക് ഉണ്ടാക്കുമോ പമ്പയാറ്റിൽ? മൂഴിയാറിൽ 192 മീറ്റർ ആണ്. അത് ചെറിയ ഡാമല്ല. എന്നാൽ ആനത്തോട്, കക്കി, പമ്പ ഈ ഡാമുകളുടെ അത്രയും വലിപ്പമില്ല. ഏതാണ്ട് അതിന്റെ പകുതി വലിപ്പമുള്ള ഡാമാണ്. അത്രയും സ്റ്റോറേജ് കപ്പാസിറ്റി ഇല്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഈ വെള്ളത്തിന്റെ കൂടെ ആ വെള്ളം വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പൊ ഈ വർഷം തന്നെ 4 തവണ മൂഴിയാർ ഡാം തുറന്നിരുന്നു. അന്ന് കലാമിറ്റി ഉണ്ടായില്ല. കാരണം പമ്പാ നദിയിൽ ജലനിരപ്പ് കുറവായിരുന്നു. ജലനിരപ്പ് ഉയർന്നു നിൽക്കുമ്പോൾ ആ വെള്ളം കൂടി ഇതിനധികമായി വരുമ്പോഴാണ് നമുക്ക് മൂഴിയാർ ഡാം ഒരു ഭീഷണിയായിട്ട് മാറുന്നത്. അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഈ പറഞ്ഞതുപോലെ ഉള്ള വലിയ ഡാമുകൾ, ഇടുക്കി അല്ലെങ്കിൽ കക്കി അങ്ങനെയുള്ള ഡാമുകളുടെ ഗണത്തിൽപ്പെടുന്നതല്ല. എന്നാൽ ചെറിയ ഒരു ഡാം അല്ല. അതിന്റെ താഴെ ചെറിയ ബാരേജുകളും ചെറിയ ഡാമുകളും ഇതിന് താഴെയായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോഴാണ് അത് മാരകമാകുന്നത്. ഈ വെള്ളത്തിന്റെ പുറമേ ആണ് അത് വരുന്നത്. ഇപ്പൊ കാലവർഷം ഇപ്പം ഇടയ്ക്ക് മഴ നിൽക്കുന്നുണ്ട്. എന്നാൽ കനത്ത ശക്തമായ മഴയുടെ കാലാവസ്ഥാ സൂചനയും ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട്. മാരകമായ മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ല. ടൗണിലൊക്കെ അത്യാവശ്യം റോഡുകളിലൊക്കെ വെള്ളം കയറുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. ഇപ്പോൾ വെള്ളം കയറിയ കടക്കാരെല്ലാം സാധനങ്ങള് അവര് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീടുകൾ 1000-ലധികം വീടുകളിൽ വെള്ളം കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അവിടെയെല്ലാം ഇപ്പോൾ വീണ്ടും വെള്ളം കയറുന്ന ഒരവസ്ഥ സജ്ജാതമായിട്ടുണ്ട്. ആ വീടുകളൊക്കെ ഇന്നലെ നമ്മുടെ പ്രവർത്തകരെല്ലാം എത്തി വളരെ ക്ലീൻ ചെയ്തതാണ് മിക്ക വീടുകളും. പക്ഷെ ആ വീടുകളിൽ തന്നെ ഇപ്പൊ വെള്ളം വീണ്ടും കുറെ വീടുകളിൽ ഇപ്പൊ വെള്ളം വീണ്ടും കയറിയിട്ടുണ്ട്. ഈ നമ്മൾ ഈ റാന്നിയെ കുറിച്ച് പറയുന്നതിനേക്കാൾ സാഹചര്യം വ്യത്യസ്തമല്ലേ യഥാർത്ഥത്തിൽ? തിരുവല്ല, ചെങ്ങന്നൂർ അടക്കമുള്ള മേഖലയിൽ അവിടേക്ക് വരുമ്പോൾ വെള്ളക്കെട്ട്, ആറന്മുള അടക്കമുള്ള മേഖലകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പല വീടുകളുടെയും 2 നിലയുള്ള വീടിൻ്റെ ആദ്യത്തെ നില മൂടിക്കഴിഞ്ഞു എന്ന് പറയുന്നു, കുടുങ്ങിക്കിടക്കുന്നു എന്ന പരാതികളുണ്ട്. അപ്പോൾ ഈ 2018 സമാനമാവോ അല്ലെങ്കിൽ അതിനടുത്ത രീതിയിലേക്ക് ഈ പ്രതിസന്ധി, ഒരു പ്രത്യേക ഇടപെടൽ ഞാൻ സൂചിപ്പിച്ച ഇടങ്ങളിൽ വേണ്ടി വരുന്നു എന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അവിടെ? ഇതിനകത്ത് അപ്പർ കുട്ടനാടാണ് അങ്ങ് ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട കേന്ദ്രം. റാന്നിയിൽ നിന്ന് റാന്നിയിലെ എത്തിയ വെള്ളമാണ് ഇപ്പോൾ അപ്പർ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ വ്യാപകമായി ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ ആരംഭിച്ചിരിക്കുന്നത് ആ ഭാഗങ്ങളിലാണ്. എന്നാൽ ഒരു മുൻകൂട്ടി ഒരു ഏകോപനത്തിന്റെ ഒരു കുറവ് കാരണം ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ്. ഭക്ഷണ സാധനങ്ങൾ, കുടിവെള്ളം ഏറ്റവും രൂക്ഷമായ പ്രശ്നമാണ്. ആവശ്യത്തിനുള്ള കുടിവെള്ളം നമുക്ക് പൂർണ്ണമായിട്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബന്ധപ്പെട്ട തഹസിൽദാർമാർക്കും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വിഷ്ണുനാഥ് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് എത്രയും വേഗം നടപ്പാക്കണം. ആദ്യ ദിവസങ്ങളിലെ പോരായ്മകൾ നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. പോരായ്മകൾ ചൂണ്ടിക്കാട്ടുന്നത് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയാണ്. അവരുടെ വീട്ടിലെ സൗകര്യങ്ങൾ എന്തായാലും കിട്ടില്ല. പക്ഷെ ക്യാമ്പുകളിൽ ആളുകൾ പോകാൻ മടിക്കുന്നു വ്യാപകമായി. കാരണം അവിടെ പലയിടത്തും വൈദ്യുതി ഇല്ല, കുടിവെള്ളമില്ല, ഭക്ഷണം കിട്ടുന്നില്ല. MLA-മാർ പോലും ഇന്നലെ ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ള പരാതി പറഞ്ഞു. അപ്പൊ ഇതെല്ലാം യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ക്രമീകരണങ്ങൾ മുൻകൂട്ടി കണ്ട് മുൻകൂട്ടി ഇത്ര ഏർപ്പാടുകൾ ഓഗസ്റ്റ് മാസങ്ങളിൽ
നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ ഇതിനെ തരണം ചെയ്ത് പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. എത്രയും വേഗം ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതിലേക്ക് പൂർണ്ണമായ ശ്രദ്ധ അത് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകർ, ഇപ്പോൾ കുറവുകൾ പരിഹരിക്കാൻ സന്നദ്ധ പ്രവർത്തകർ നല്ല രൂപത്തിൽ ഡിവൈഎഫ്ഐയുടെ അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ ഇടപെടുന്നുണ്ട്. ആ ഇടപെടലിൽ കുറച്ച് ആശ്വാസമാണ്. ശരി, വളരെ നന്ദി ശ്രീ രാജു എബ്രഹാം. എന്തായാലും ഈ മേഖലയിൽ ഒരു പ്രത്യേക ഇടപെടൽ വേണ്ടി വരുന്ന സാഹചര്യമാണ്. എന്തായാലും മുഖ്യമന്ത്രി യോഗത്തിൽ ഈ വിഷയം കൂടി ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് നമുക്ക് കരുതാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.